ദാവീദ് ആക്ച്വലി ഫാമിലി ഫിലിമാണ്. അതായത് ഒരു മകൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഡെഡ്ലി കോമ്പാക്റ്റിന് ഇറങ്ങുന്നു. ഇതാണ് ദാവീദിന്റെ വൺ ലൈൻ. ദാവീദ് വായിക്കപ്പെടേണ്ടത് ഞാൻ ആഗ്രഹിക്കുന്നത്, ദാവീദിനെ ബേസിക്കലി ഒരു ഇടിപ്പടമായിട്ടാണ് കാണുന്നത്. ഇടിപ്പടത്തിന് മുകളിൽ ദാവീദിനൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ട്. ഞാനൊരു വിജയരാഘവൻ ഫാനാണ്. കാര്യം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ കണ്ട് എനിക്ക് അദ്ദേഹത്തോട് ഞാൻ അദ്ദേഹത്തെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കഥ പറയാൻ പോകുമ്പോഴാണ് വളരെ കൗതുകത്തോടെ നോക്കി നിന്ന് അദ്ദേഹം ഇംപ്രവൈസ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ അതിലൊരു 5 സീനിന് മേളിൽ പുള്ളി ഇംപ്രവൈസ് ചെയ്തിട്ടുള്ള സീനുകളാണ്. റിഹേഴ്സലിനൊക്കെ പുള്ളിക്കാരൻ വെറുതെ ഒരു പരിപാടിയൊക്കെ ഇങ്ങനെ പറയും. ഇത് എന്താണ് സാധനം വരുന്നതെന്ന് എനിക്ക് കിട്ടുന്നുമില്ല. കണ്ണൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വിടർന്ന് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അഭിനയിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു അഴകാണ്. പൂളാടിക്കുന്ന രാഘവൻ. അപ്പോൾ അങ്ങനെ ഒരാളുടെ കഥ എടുത്ത് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് പറ്റാതെ പോയ കാര്യങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൽ പൂർണ്ണമായും നീതി പുലർത്താൻ എനിക്ക് സാധിച്ചില്ല. ഞാനും ആൻ്റണിയും കൂടി ഇപ്പോഴും ആ മൊമെൻറ്റിനെ കുറിച്ച് പറയാറുണ്ട്. കഥ കേട്ടു, എസ് പറഞ്ഞു, അപ്പോൾ കൈ കൊടുത്തപ്പോൾ കറണ്ട് പോയി. എന്താണ് ഗോവിന്ദ് വിഷ്ണുവിൻ്റെ രാഷ്ട്രീയം? ശരിക്കും എൻ്റെ ഫേസ്ബുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഒരു ഡെബ്യൂട്ടൻ്റ് ഡയറക്ടർ എന്ന നിലയ്ക്ക് ആദ്യമായിട്ടൊരു സ്പോർട്സ് ഡ്രാമ തന്നെ എടുക്കണം എന്ന് തീരുമാനിച്ചതിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്താണെന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇപ്പം 2017 തൊട്ട് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം കുറേ കഥകൾ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് ഒരു പത്രത്തിൽ നിന്നാണ് ദാവീദിൻ്റെ കഥ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ സിനിമ സംഭവിക്കണമെങ്കിൽ ക്യാപിറ്റൽ മീറ്റ്സ് ക്രിയേറ്റിവിറ്റി, അത് സംഭവിക്കുമ്പോഴാണ് സിനിമ സംഭവിക്കുന്നത്. ഞാൻ ഒരു കഥ പറയാനായിട്ട് വാലിബൻ കഴിഞ്ഞ് നിൽക്കുന്ന ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സിൽ പോയി. ഷിബു ബേബി ജോണും മകനും ഉണ്ടായിരുന്നു. ആ കഥ കേട്ടു. അപ്പോൾ ആ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ പുതിയ സംവിധായകൻ അല്ലേ, നിങ്ങളുടെ കയ്യിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അടുത്ത കഥ കുറച്ചുകൂടെ വലിയ കഥയാണ്, നിങ്ങൾ ഒരിക്കലും ഒരു പുതുമുഖ സംവിധാനം ഇത് തരുത്തില്ല, അതുകൊണ്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞില്ല. അത് പറയാൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ദാവീദിൻ്റെ കഥ പറഞ്ഞു. അപ്പോൾ ദാവീദിൻ്റെ കഥ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, ഇത് ആണല്ലേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് കൊള്ളാമല്ലോ, അടിപൊളിയല്ലേ, ഇത് നമ്മൾ പിടിക്കുകയെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ദാവീദിൻ്റെ കഥ അപ്പോൾ ക്യാപിറ്റൽ എൻ്റെ മുമ്പിലെത്തി. അപ്പോൾ അവർ പറഞ്ഞു, ഒരു നടൻ കൂടെ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, ആൻ്റണി പെപ്പെ വരികയാണെങ്കിൽ നമുക്ക് ഈ സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇൻഡസ്ട്രിയിൽ ഞാൻ ഒരു 2018 തൊട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അഡ്വർടൈസ്മെൻറ്റ്സ്, VFX എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ബന്ധത്തിൽ ആൻ്റണീനെ മീറ്റ് ചെയ്തു. ആൻ്റണി ഷൂട്ടിംഗ് സെറ്റിൽ പോയി ആൻ്റണീനെ മീറ്റ് ചെയ്തു. തൊട്ടടുത്ത ദിവസം കഥ പറഞ്ഞു. കഥ കേട്ടപ്പോൾ തന്നെ ആൻ്റണി ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ശരിക്കും ദാവീദ് എന്ന് പറയുന്ന സിനിമ പർപ്പസ്ഫുള്ളി അങ്ങനെ കരുതിക്കൂട്ടി സംഭവിച്ചതല്ല, അത് സംഭവിച്ചു പോയതാണ്. ഇങ്ങനെയാണത് സംഭവിച്ചത്. അപ്പോൾ ദാവീദിൻ്റെ സ്വഭാവം സ്പോർട്സ് ഡ്രാമയായി മാറി. പിന്നെ സ്പോർട്സിനോട് ഭയങ്കര താല്പര്യം പണ്ടോട്ടേ ഉണ്ട്. ഞാൻ പത്രം വായിക്കുമ്പോൾ സ്പോർട്സ് പേജാണ് വായിക്കുന്നത്. സ്പോർട്സും സിനിമയും മാത്രമാണ് പത്രത്തിൽ നമ്മൾ വായിക്കാറുള്ളത് തന്നെ. ഇപ്പോൾ എനിക്ക് പണ്ട് ഏഷ്യാനെറ്റിലൊക്കെ ഉള്ള അനിൽ അടൂർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്പോർട്സ് ജേർണലിസ്റ്റ് ഉണ്ട്. അപ്പോൾ പുള്ളിയുടെയൊക്കെ ഭയങ്കര ഫേവറേറ്റ് ഫോളോവറാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെയൊക്കെ മറ്റേ പ്രസൻറ്റേഷൻ ഞാൻ ഭയങ്കരമായിട്ട് കേൾക്കാറുണ്ട്. അപ്പോൾ അതിനൊരു ആവേശം തരാൻ കഴിയും. അതാണ് ദാറ്റ്സ് ബിക്കോസ് സ്പോർട്സ്. പിന്നെ ഐ ബിലീവ് ദാറ്റ് നിങ്ങളൊരു സ്പോർട്സിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നെഗറ്റീവ് ചിന്തകളുണ്ടാവില്ല. നിങ്ങൾ ഭയങ്കര ഫോക്കസ്ഡ് ആയിരിക്കും. അപ്പോൾ അതിന് സ്പോർട്സിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവം എന്ന് വെച്ചാൽ, എൻ്റെ 2 സുഹൃത്തുക്കൾ ഭയങ്കര വഴക്കൊക്കെ ഇട്ട് ഈഗോ ക്ലാഷസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സ്കൂളിലൊരു വടംവലിയിൽ പങ്കെടുത്ത്. അപ്പോൾ ആ വടംവലിയിൽ ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ജയിച്ച്, ആ ജയം ഇവരുടെ ഈഗോസിനെയൊക്കെ കില്ല് ചെയ്ത്, ഇവരുടെ വഴക്കിനെയൊക്കെ കില്ല് ചെയ്ത് ഇവർ തമ്മിൽ സെറ്റായി. അപ്പോൾ അത് ഞാൻ തൊട്ടടുത്ത് നിന്ന് കണ്ടതാണ്.
അപ്പോൾ സ്പോർട്സിൻ്റെ പവർ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ സിനിമ ഇങ്ങനെ സംഭവിക്കുന്നത്. കാരണം ഇപ്പം ആൻ്റണി വർഗീസിനെ കണ്ട കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ പൊതുവേ ആൻ്റണി വർഗീസ് പെപ്പെ എന്ന് പറഞ്ഞൊരു നടനെ ടൈപ്പ് കാസ്റ്റ് ചെയ്ത ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ട്. കാര്യം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഫുള്ള് മറ്റേ കിൻഡലിടി അല്ലെങ്കിൽ ചെതറലടിയാണ്. ആൻ്റണി പെപ്പെ എന്ന് പറയുന്ന സിനിമ, അങ്ങനത്തെ സിനിമകളാണ് കൂടുതൽ സ്വീകാര്യമായതും. ഈ അടുത്തിടയ്ക്ക് ഇൻ്റർവ്യൂവിൽ ആൾ പറഞ്ഞു ആ ഒരു ഇമേജ് ഒന്ന് മാറ്റാനുള്ള ശ്രമത്തിലും ആണെന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ ഒരു കഥ കൊണ്ട് ചെല്ലുന്ന സമയത്ത് ആളെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നൊരു ടാസ്ക് ഉണ്ടല്ലോ, അത് എന്തുമാത്രം ഒരു കഥ പറയാനുള്ള സമയത്തിനെ കൺവിൻസ് ചെയ്യേണ്ടി വന്നുള്ളൂ. ഇതിപ്പോ കഥ കേൾക്കുമെന്ന്, കഥ കേട്ട് കഴിഞ്ഞിട്ട് ഒന്ന് സ്പോട്ടിൽ എനിക്ക് ഇത് തന്നു. അപ്പൊ ഞാനും ആന്റണിയും കൂടി ഇപ്പോഴും ആ മൊമെന്റിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്, ഞങ്ങള് കഥ കേട്ടു, എസ് പറഞ്ഞു, കൈ കൊടുത്തു. അപ്പൊ കൈ കൊടുത്തപ്പോ കറണ്ട് പോയി. അപ്പോൾ ആന്റണി എൻ്റെ അടുത്ത്, ബ്രോയ്ക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമില്ല അളിയാ. അപ്പൊ എനിക്കും വിശ്വാസമില്ല, നമ്മൾ ഈ പടം ചെയ്യുന്നു. അങ്ങനെ ഒരു എന്താ പറയുക, കറണ്ട് പോക്കിൽ നിന്നും തുടങ്ങിയ പടമാണ് ഇപ്പൊ ഹിറ്റ് ആയിരിക്കുന്നത്. ഇരുട്ടിൽ നിന്ന് വലിയൊരു വെളിച്ചത്തിൽ. അതെ അതെ അതെ, അങ്ങനെ. ഓക്കെ, ഈ സിനിമ പറഞ്ഞു വെക്കുന്ന ഒരു വിഷയം സ്പോർട്സ് ആണ് ബേസിക്കലി. അപ്പൊ ഈ നമ്മൾ കണ്ടിട്ടുള്ള മലയാളത്തിലെ സ്പോർട്സ് ഡ്രാമകൾ അധികം അങ്ങനെ വന്നിട്ടില്ല. ഇപ്പൊ കിക്ക് ബോക്സിങ്ങിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചുരുക്കം കാണുള്ളൂ. പക്ഷേ അതിലും ഒരു ഇമോഷൻ നമ്മൾ പറയണം, ഫാമിലിയുടെ ഒരു സൈഡ് പറയണം. അപ്പം ഈ ഒരു ഇക്വിലിബ്രിയം അതൊന്ന് ബാലൻസ് ചെയ്യാൻ മാത്രം എന്തോരം എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട് ശരിക്കും? ശരിക്കും ബോക്സിംഗ് സിനിമകൾ അധികം മലയാളത്തിൽ വന്നിട്ടില്ല. ഇന്ന് മലയാളികൾ തിയേറ്ററിൽ പോയി സിനിമ കാണണമെങ്കിൽ ആ സിനിമയ്ക്ക് ഒരു എക്സ് ഫാക്ടർ ഉണ്ടാവണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഒരു ഇതുവരെ കാണാത്തൊരു സാധനം കാണാനാണ് തിയേറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ തിയേറ്ററിൽ ആക്ച്വലി ഒരാൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്, അതായത് ഇപ്പം എനിക്ക് ബേസിക്കലി ഒരു ലൈഫ്, നമ്മളുടെ നിത്യജീവിതത്തിലെ കാഴ്ചകൾ തിയേറ്ററിൽ കാണിക്കുന്നതിലുപരി ഒരു ശകലം എക്സാജറേറ്റ് ചെയ്ത് കാണിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം പ്രേക്ഷകനും ഒരുപാട് സ്ട്രെസ്സിലൊക്കെ വന്നിരുന്ന് കാണുകയാണ്, അവനും കുറച്ച് റിലാക്സ് ചെയ്ത് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ആക്ച്വലി ഒരു ബോക്സിംഗ് പടം മലയാളത്തിൽ വന്നിട്ടില്ല, ആ എലമെൻറ്റിന് ഒരു എക്സ് ഫാക്ടർ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിച്ചിട്ടാണ് ഈ സിനിമയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ബോക്സിംഗ് എന്ന് പറയുന്ന ഒരു സ്പോർട്ടിനെ വെറുതെ എടുത്ത് കാണിച്ചാൽ എത്രത്തോളം ആളുകൾക്ക് അത് കൺവിൻസിങ് ആകും എന്ന് എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. അപ്പോൾ ആ സ്പോർട്ടിനെ ഈ ലോകത്തുള്ള ഒരുപാട് ഫിലിം മേക്കേഴ്സ് യൂസ് ചെയ്ത ടൂളെ ഞാനും യൂസ് ചെയ്തിട്ടുണ്ട്. ഏതൊരാൾക്കും കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇമോഷൻ. അതെ, ഞാൻ എടുത്ത് ചോദിക്കാൻ കാര്യം അതാണ്. നമുക്ക് സ്പോർട്സ് ഡ്രാമകളിൽ യൂസ് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റുകൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഈ പ്രസന്റേഷൻ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ദാവീദ് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. അതായത് ദാവീദ് ആക്ച്വലി ഒരു ഫാമിലി ഫിലിമാണ്. അതായത് ഒരു മകൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ ഡെഡ്ലി കോമ്പാക്റ്റിന് ഇറങ്ങുന്നു. ഇതാണ് ദാവീദിൻ്റെ വൺ ലൈൻ. അപ്പം ആ അച്ഛൻ മകൾ റിലേഷൻഷിപ്പാണ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നത്. അതായത് ദാവീദ് കാണാൻ പെൺകുട്ടിയുള്ള ഒരു അച്ഛൻ വന്നാൽ അയാൾക്കൊരു ട്രീറ്റ് ആയിരിക്കണം സിനിമയെന്നായിരുന്നു ഞാൻ വിശ്വസിച്ചിരുന്നത്. അപ്പം ഇപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വളരെ കുറച്ച് കഥകളും കഥാസന്ദർഭങ്ങളും ഉള്ളെന്നാണ് വലിയ വലിയ ഡയറക്ടേഴ്സൊക്കെ അവരുടെ ഇൻ്റർവ്യൂ പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. നിങ്ങൾ ആസ് എ ഫിലിം മേക്കർ, ഈ കാലഘട്ടത്തിൻ്റെ ഫിലിം മേക്കർ എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അതിനെയൊക്കെ നമ്മൾ വൽക്കരിച്ച് ആ കഥയെ ചിത്രീകരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇമോഷൻസ് സെയിം ആണ്, അച്ഛനും മകളും തമ്മിലുള്ള ബോണ്ടിങ് സെയിം ആണ്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഇമോഷനും ബോണ്ടിങ്ങും ഇതാണ്. അതിനെ എങ്ങനെയാണ് നമ്മൾ ഓരോ സീൻസിൽ അവതരിപ്പിക്കുന്നത്, ആ കഥാപാത്രത്തിന് കൊടുക്കുന്ന ഒരു വൈവിധ്യങ്ങളുണ്ടല്ലോ, അത് അങ്ങനെ അവതരിപ്പിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിൽ ദാവീദ് വിജയിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ദാവീദ് ബേസിക്കലി ദാവീദ് വായിക്കപ്പെടേണ്ടത്, ഞാൻ ആഗ്രഹിക്കുന്നത് മലയാള സിനിമ ഒരുപാട് നാളുകൾക്ക് ശേഷം ക്ലീനിങ് സ്റ്റാഫായ നായികയും വലുതായിട്ട് പണിക്ക് പോകാത്ത നായകനും പുറംപോക്കിൽ താമസിക്കുന്ന നായകനും, എന്നാൽ അവരൊക്കെ വളരെ ആത്മാഭിമാനത്തോടെയാണ് അവർ അപ്രോച്ച് ചെയ്യുന്നതും അവിടെ ജീവിക്കുന്നതും. അതിൽ നായിക പറയുന്നൊരു ഡയലോഗുണ്ട്, പണിയെടുക്കാനുള്ള ആരോഗ്യവും മനസ്സും ഉള്ളിടത്തോളം കാലം ഞാൻ ജീവിക്കുക. അതൊക്കെ അവരുടെ ആ ഒരു കോൺഫിഡൻസ് ആണ്. അപ്പൊ ആ തരത്തിലൊക്കെ ശരിക്കും വായിക്കപ്പെടേണ്ട ഒരു സിനിമയാണ്. അതൊക്കെ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ദാവീദിനെ ബേസിക്കലി ഒരു ഇടിപ്പടമായിട്ടാണ് കാണുന്നത്. ഇടിപ്പടത്തിന് മുകളിൽ ദാവീദിനൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ആ ഓഡിയൻസ് എപ്പോൾ അത് വായിച്ചു തുടങ്ങുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ലുക്കിംഗ് ഫോർവേഡ് ആണ്. നമ്മുടെ MP A. റഹീം അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടു,
പിന്നെ വേണി എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ആക്ച്വലി ഓക്കെ, ആളുകൾ വായിച്ചു തുടങ്ങുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തോട് ചേർത്ത് വെച്ച് ഞാൻ ഒരു കാര്യം ചോദിക്കും. ഈ മട്ടാഞ്ചേരി ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ആശയം ഉണ്ടല്ലോ ആ സിനിമയിൽ, ഈ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്ന സമയത്ത്, അപ്പം ആ ഒരു ടൈമിൽ അങ്ങനെ ഒരു ക്ലബ്ബ് ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ആ ഒരു ആശയം എങ്ങനെയാണ് വരുന്നത്? ഈ മട്ടാഞ്ചേരി ക്ലബ്ബ്, ഫൈറ്റ് ക്ലബ്ബ് ഉണ്ടാകുക എന്നുള്ളൊരു ഐഡിയയിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ശരി, അതായത് ഞാനൊരിക്കൽ ഇവിടെ പോയിരുന്നു, നമ്മളുടെ ഫോർട്ട് കൊച്ചിയിലൊക്കെ പോയിട്ട് അവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു, അവിടുത്തെ കുറച്ച് റൂറൽ ഇതൊക്കെ കിട്ടാൻ. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞതാണ്, പണ്ട് പൈസ വെച്ചിട്ടുള്ള ഫൈറ്റുകൾ ഇവിടുത്തെ ജിമ്മിൽ നടക്കാറുണ്ടായിരുന്നു. മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഭാഗങ്ങളിലെ ജിമ്മുകളിൽ പൈസ വെച്ചിട്ടുള്ള ഫൈറ്റുകൾ നടക്കാറുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ബാക്കി നമ്മൾ ഫിക്ഷനോട് ആഡ് ചെയ്തിട്ടാണ് ഒരു ഫൈറ്റ് ക്ലബ് എന്ന ആശയം കൊണ്ടുവരുന്നത്. പിന്നെ ദാവീദിൽ ഞാൻ ഇന്ന് വരെ കണ്ടു കൂട്ടിയിട്ടുള്ള സിനിമകളുടെ എല്ലാം റെഫറൻസുകൾ ഞാൻ അടുത്തത് ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യം അതായിരുന്നു. ഇപ്പം ഗോവിന്ദ് വിഷ്ണു എന്ന് പറയുന്ന സംവിധായകൻ കൺസീവ് ചെയ്യുന്ന സിനിമകൾ എങ്ങനെയൊക്കെയാണ്, എങ്ങനെയുള്ള സിനിമകളാണ് കൂടുതൽ താല്പര്യം കാണാൻ? എനിക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് കാണാൻ താല്പര്യം കുറച്ച് അഡ്രിനാലിൻ റഷൊക്കെ വരുന്ന ആക്ഷൻ സിനിമകൾ തന്നെയാണ് എന്ന്. കാരണം ഞാനത് വളരെ വൈകിയാണ് മനസ്സിലായത്. ഞാനും ഭാര്യയും കൂടെ ഞാൻ സിനിമകൾക്കൊക്കെ പോകും. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സിനിമകളൊക്കെ ഭാര്യയ്ക്ക് വർക്കൗട്ട് ആവാറില്ല. അപ്പം ഞാൻ പിന്നീട് ആ സിനിമകളുടെയൊക്കെ സ്വഭാവം എടുത്ത് നോക്കുമ്പോൾ ഞാൻ കണ്ടുവരുന്ന അതെല്ലാം അങ്ങനത്തെ ആക്ഷൻ സിനിമകളാണ്. ഞാനിപ്പോൾ ലാസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ എന്ന് പറഞ്ഞൊരു സിനിമയ്ക്ക് ഭാര്യനെ കൊണ്ടുപോയിരുന്നു. ഭാര്യയ്ക്ക് ഒട്ടും വർക്കായില്ല. അപ്പം ഞാൻ ഭാര്യയോട് പറഞ്ഞത് ഫാമിലിക്ക് കാണാൻ പറ്റിയ ഒരു ആക്ഷൻ പടം ഞാൻ എടുക്കും. അപ്പം അതാണ് ദാവീദ്. അപ്പം അത് എന്തോ വർക്കായിട്ടുണ്ട്. കാരണം ബിക്കോസ് ഓഫ് ആ ഫാമിലി ഇമോഷൻ കണക്റ്റ് ആയതുകൊണ്ട്, മകൾ എന്ന് പറയുന്ന ഇമോഷൻ കണക്റ്റ് ആയതുകൊണ്ട് അത് വർക്കായിട്ടുണ്ട്. അപ്പം ഞാൻ കണ്ടു കൂട്ടുന്നതൊക്കെ ഒരു ഒരു എന്താ പറയുക, ആക്ഷൻ സ്വഭാവങ്ങളുള്ള, എന്നാൽ അങ്ങനെ ത്രൂ ഔട്ട് അടിയല്ല, അതിലൊരു ആക്ഷൻ ഒരു റീസൺ വേണം. ഞാൻ തമാശയ്ക്ക് എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശരിക്കും പ്ലോട്ട് പോയിന്റ്സിൽ ആക്ഷനുള്ള സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം കിരീടം എന്ന് പറയുന്നൊരു സിനിമേനെ പ്ലോട്ട് പോയിന്റിൽ ആക്ഷനുള്ളൊരു സിനിമയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കാരണം അച്ഛനെ അടിച്ച ഗുണ്ടയെ ഓട്ടിച്ചിട്ടിടിച്ച് സേതുമാധവൻ എന്ന് പറയുമ്പോൾ ഇടി ആ പ്ലോട്ട് പോയിന്റിലുണ്ടല്ലോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ 2015 IFFK ആണ് എൻ്റെ സിനിമാ സങ്കല്പത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നത്. അവിടെ ദീപൻ എന്ന് പറഞ്ഞൊരു സിനിമ, പാംദിയോർ കളിച്ച സിനിമ അവിടെ പ്രദർശനത്തിനുണ്ടായിരുന്നു. അപ്പം അതിന് തൊട്ട് മുമ്പത്തെ വർഷം പാംദിയോർ കളിച്ച സിനിമ, പാംദിയോർ വിൻ ചെയ്ത സിനിമ കണ്ടിട്ട് ഞാൻ കൂടെ തുടങ്ങിപ്പോയി. അപ്പം തൊട്ടടുത്ത വർഷം പാംദിയോർ വിൻ ചെയ്ത സിനിമ ക്യൂ നിൽക്കുമ്പോഴും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ ദീപൻ എന്ന് പറയുന്ന സിനിമ കണ്ടപ്പോൾ ഓക്കെ ഫൈൻ, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഓക്കെ, ഇതാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സിനിമ എന്നെനിക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ അതാണ് എൻ്റെ സിനിമാ സങ്കല്പങ്ങൾ. ഇങ്ങനെ ഇതൊക്കെയാണ് ദീപൻ പോലുള്ള എന്താ പറയുന്ന ഒരു ഹീറോയിസം ഒക്കെ ഉള്ള ആക്ഷൻ ജോണറിലൊക്കെ വരുന്ന ആക്ഷൻ അഡ്വഞ്ചർ ഒക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. ഈ ഇതിനകത്തെ വില്ലൻ്റെ കാര്യം നമ്മൾ പറയണമല്ലോ. ഈ 18 ഇൻ്റർനാഷണൽ മാച്ചുകൾ നോക്കൗട്ട് ബേസിസിൽ എതിർക്കാൻ ഒരാൾ പോലും ഇല്ലാതിരുന്ന അത്ര വലിയ ഒരാളെ നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരാൾ ഇടിച്ചു തോപ്പിക്കുക എന്ന് പറയുന്നത്, നമുക്കൊരു സിനിമ ആസ്പെക്റ്റിൽ എന്ന് പറയുമ്പോൾ ഓക്കെ, പക്ഷേ ഇക്കാലത്ത് സിനിമകളധികം ഇങ്ങനെ ചർച്ച ആവുന്ന ഈ കാലത്ത് അങ്ങനെ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് ഏത് രീതിയിൽ ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത് പ്രൊഡക്ഷൻ സ്റ്റേജിൽ ആളെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നില്ല, ത്രൂ ഔട്ട് ഉണ്ടായിരുന്നില്ല. ബിക്കോസ് അതിൻ്റെ ക്ലൈമാക്സ് വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് കൊണ്ട് പ്ലേസ് ചെയ്തിരിക്കുന്നതെന്ന് എഴുത്തിൽ തന്നെ എനിക്ക് ഒരു ബോധ്യം ഉണ്ടായിരുന്നു. അപ്പം ആളുകൾ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ടെൻഷനല്ല, പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം മലയാളി പ്രേക്ഷകൻ്റെ ആറ്റിറ്റ്യൂഡ് മാറി, അവർ പുതിയ പുതിയ സാധനങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്നവരായി മാറി എന്ന് ഉള്ള ബോധ്യമുണ്ട്. ഈ ക്ലൈമാക്സ് എൻ്റെ പ്രൊഡ്യൂസർ സെഞ്ച്വറി കൊച്ചുമോൻ സാറ്, അദ്ദേഹത്തിന് 72 വയസ്സുണ്ട്. മലയാളത്തിലെ മികച്ച സിനിമകളൊക്കെ ചെയ്ത ഒരു പ്രൊഡക്ഷൻ ഹൗസാണ്. തന്മാത്ര, അതിരാത്രം ഒക്കെ, നാടോടിക്കാറ്റ് ഒക്കെ പോലുള്ള വലിയ വലിയ മികച്ച സിനിമകൾ ചെയ്തൊരു പ്രൊഡ്യൂസറാണ്.
തിയേറ്ററിൻ്റെ പൾസ് അറിയാവുന്ന ഒരു പ്രൊഡ്യൂസറാണ്. ഞാൻ ഈ സിനിമയുടെ ക്ലൈമാക്സ് വായിച്ച് തീർന്നപ്പോൾ ഈ ക്ലൈമാക്സ് കൊണ്ടാണ് ആ സിനിമ ചെയ്യാൻ അദ്ദേഹം തയ്യാറായത്, ഈ പൈസ അദ്ദേഹം മുടക്കാൻ തയ്യാറായത്. അപ്പോൾ അദ്ദേഹം അടക്കം ആ സിനിമയിലേക്ക് വന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറായി പ്രേക്ഷകനോടൊപ്പം. അപ്പോൾ പ്രേക്ഷകനും മാറി, സിനിമയിലുള്ളവരും മാറി. അതുകൊണ്ടാണ് ഈ കഥ നമുക്ക് ചെയ്യാൻ തന്നെ പറ്റിയത്. ഇപ്പം എന്താ പറയുന്ന ദ മാൻ ഹൂ ഫെയിൽ ടു ഫേസ് ദ ഫെയിലിയർ എന്നായിരുന്നു അതിൻ്റെ തുടക്കത്തിലൊരു കോൺസെപ്റ്റ് തന്നെ എഴുതിയിരുന്നത്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ ആളുകൾക്ക് തയ്യാറായി. അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ ഇല്ലായിരുന്നു. ജനം പുതിയൊരു സാധനം കൊടുത്താൽ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ആ ഒരു വിശ്വാസം. കാര്യം ഭയങ്കര ആ വിശ്വാസത്തെ ഊട്ടി ഉറപ്പിച്ചത് ഞാൻ ഇവിടുന്ന് തിയേറ്റർ വിസിറ്റിന് കോഴിക്കോട് കൈരളി തിയേറ്ററിൽ പോയപ്പോൾ 800 സീറ്റാണുള്ളത്. ആ 800 സീറ്റ് ഹൗസ്ഫുള്ളായിരുന്നു. ഓക്കെ. ആ 800 സീറ്റിലും ഈ ക്ലൈമാക്സിന് കൈയടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ആ സിനിമ ജനം ഏറ്റെടുക്കുന്നു, ആ ക്ലൈമാക്സിനെ ഏറ്റെടുത്തു എന്നുള്ളത്. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു സംവിധായകൻ എന്നെ വ്യക്തിപരമായിട്ട് അഭിനന്ദിച്ചത് ആ ക്ലൈമാക്സ് ചെയ്യാൻ കാണിച്ച ധൈര്യത്തെയാണ്. അപ്പോൾ ആ ക്ലൈമാക്സാണ് സിനിമയുടെ ജീവൻ. അതെ. അതുപോലെ തന്നെ ഈ പലരും ഓരോ റിവ്യൂവേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സിനിമാ വിമർശകരാണെങ്കിലും പറഞ്ഞൊരു കാര്യം, ഒരു ഡെബ്യൂട്ടൻറ്റ് ചെയ്ത സിനിമ പോലെ അല്ല, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ക്രാഫ്റ്റുള്ള ഡയറക്ടർ സംവിധാനം ചെയ്തൊരു സിനിമയോളം തന്നെ ക്വാളിറ്റി ഉണ്ട് ദാവീദിന് എന്നുള്ളതാണ്. അപ്പം ആ ഒരു പ്രോസസ്സ്, ഈ ഒരു സിനിമ ഈ ഒരു തരത്തിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് എന്തുമാത്രം വർക്ക് ചെയ്യേണ്ടി വന്നു, അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ടുകൾ എന്തുമാത്രം ഉണ്ട് ശരിക്കും? ഈ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമയുടെ പ്രീ പ്രൊഡക്ഷനിൽ തുടങ്ങിയൊരു എഫേർട്ട് അല്ല അത് ആക്ച്വലി. അതായത് ഞാൻ 2017 വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഇവിടെ സിനിമയിൽ സർവൈവ് ചെയ്യാനായിട്ട് വരികയാണ്. എൻ്റെ കയ്യിൽ എനിക്ക് വേറെ ടൂൾസ് പോലും ഇല്ല. നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ ആത്മവിശ്വാസം മാത്രമാണ് ക്യാപിറ്റൽ. നമ്മളങ്ങനെ വന്നിറങ്ങി എന്നിട്ട് നമ്മൾ ആദ്യം ഇവിടെ കലൂർ ക്വാളിറ്റി പ്രിൻറ്റിൽ പോയിട്ട് ഒരു വിസിറ്റിംഗ് കാർഡ് അടിച്ച് ഗോവിന്ദ് വിഷ്ണു, അതിൻ്റെ തൊട്ട് താഴെ ഞാൻ വെച്ച് ഫിലിം മേക്കർ. ഞാൻ ഇവിടുത്തെ അഡ്വർടൈസിങ് ഏജൻസിയിലെല്ലാം കൊണ്ടുപോയിട്ട് കൊടുത്തു. അതിൽ ഒരു ഏജൻസി ബസ് സ്റ്റോപ്പിലെ ഡൊമിനിക് സാർ എന്നെ തിരിച്ച് വിളിച്ചിട്ട് എനിക്കൊരു ആഡ് തന്നു. അത് വളരെ തുച്ഛമായൊരു തുകയുടെ ആഡായിരുന്നു. ആ ആഡിൽ നിന്ന് ആണ് ഞാൻ തുടങ്ങുന്നത്. അപ്പം ഞാൻ 10,000 രൂപയുടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ട്രാവൽ ചെയ്ത് 1.5 കോടി രൂപയുടെ ആഡ് വരെ ചെയ്തിട്ടുണ്ട് അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിൽ. ആ ട്രാവലിൽ എനിക്ക് ഞാൻ ചെയ്ത എല്ലാ വർക്കുകളും എനിക്ക് ദാവീദിലേക്ക് ഗുണമായി. ഇപ്പോൾ ദാവീദ് കണ്ടിട്ട് ഫസ്റ്റ് പടം ചെയ്യുന്നൊരു ഡയറക്ടറായിട്ട് തോന്നാത്ത ഉണ്ടോയെന്ന് വെച്ചാൽ ഞാൻ അതിന് മുമ്പ് ഏറെക്കുറെ ഒരു 90-95 ആഡുകൾ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ആഡിനെല്ലാം ഞാൻ ഇതിൻ്റെ ട്രയൽ റണ്ണായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ എന്നെ സോപ്പ് ചീപ്പ് കണ്ണാടി സംവിധായകൻ എന്ന് കൂട്ടുകാരൊക്കെ കളിയാക്കി വിളിക്കുമായിരുന്നു. പക്ഷേ ഞാൻ സോപ്പ് ചീപ്പ് കണ്ണാടിയൊക്കെ ചെയ്തത് കൊണ്ട് എൻ്റെ സ്റ്റേജിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. എനിക്ക് അവിടെ ആദ്യത്തെ ഷോട്ട് ഞാൻ വെക്കുമ്പോൾ എനിക്ക് യാതൊരു തരത്തിലുള്ള കൺഫ്യൂഷൻസോ ടെൻഷൻസോ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഞാൻ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം അന്ന് ചെയ്യുന്നു എന്നുള്ളതേ ആ ഒരു കോൺഫിഡൻസ് തന്നെ ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് ഫൈറ്റ് അല്ലെങ്കിൽ ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ളൊരു ഈഗോ, അതായത് വളരെ മുകൾ തട്ടിൽ നിൽക്കുന്ന ഒരാളും വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരാളും തമ്മിൽ ഉണ്ടാകുന്ന ഒരു ഈഗോയുടെ പുറത്ത് സംഭവിക്കുന്ന കോൺഫ്ലിക്ട്സുകളാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പം അത്ര വലിയൊരു റൈവലറി ഉണ്ടാകുമ്പോഴും ഇതിൻ്റെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫൈറ്റ് കഴിയുമ്പോൾ അവന് കൈ കൊടുത്ത് പിരിയുക എന്നുള്ളതാണ് അതിൽ ഒരു യഥാർത്ഥ സ്പോർട്സ്മാൻ ചെയ്യുന്ന കാര്യം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി തന്നെ ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ റൈറ്റിങ്ങിൻ്റെ സമയത്ത് ഇതിൻ്റെ റൈറ്ററായ ദീപു എന്തെങ്കിലും തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഡിസ്കഷൻസിൻ്റെ പുറത്ത് അങ്ങനെ എഴുതിയതാണോ? ഇപ്പോൾ ഏതൊരു സ്പോർട്സ് സിനിമ കാണുമ്പോഴും നായകൻ ജയിച്ചേ അതെ എന്ന മൂഡിലാ എല്ലാവരും ഇരിക്കുന്ന. അങ്ങനെ തന്നെ ഇരിക്കണം എന്നെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. ആ ഇരിക്കുന്നിടത്താണ് ജയം എന്താണ് പരാജയം എന്താണ് എന്ന് നമ്മൾ പറയണമെന്ന് എനിക്ക് തോന്നിയത്. അതായത് നമ്മൾ ഫിസിക്കലി ജയിക്കാത്ത പല സ്ഥലങ്ങളിലും നമ്മൾ എറ്റേണലി ജയിക്കാറുണ്ട്. കാരണം ഞാനൊരു കടുത്ത അർജൻറ്റീന ആരാധകനാണ്. അപ്പം ഞങ്ങൾ തോറ്റിട്ടും ഹൃദയം കവർന്നിട്ടുണ്ടെന്ന് ഒരുപാട് തവണ ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ടിട്ടുള്ള ആളാണ്. ഒരുപാട് തവണ ഞാൻ ഏതാണ്ട് 2010 തൊട്ട് എഴുതിയിടാൻ തുടങ്ങിയതാണ്. അപ്പോൾ അതെനിക്ക് ലിറ്ററലി ഒരു ആസ് എൻ അർജൻറ്റീനൻ ഫാൻ ഒരാൾ ഒരു റിങ്ങിൽ ജയിച്ചില്ലെങ്കിലും എന്താ പറയുക ആ ഹാർട്ട് വിൻ ചെയ്യുന്നത് കാണിക്കണം എനിക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ദീപുമായിട്ട് ഡിസ്കസ് ചെയ്ത് ശരിക്കും അർജൻറ്റീനൻ ഫാൻസിൻ്റെ ഒരു
ഒരു എന്താ പറയുക ഒരു മനോനിലയിൽ നിന്നിട്ടാണ് എൻ്റെ ക്ലൈമാക്സ് എഴുതിയിരിക്കുന്നത്. ഈ 2024 വരെ 23 വരെ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞല്ലോ. ഇപ്പം നമ്മൾ ഈ കഥയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രം തന്നെയാണ് വിജയരാഘവൻ സാർ ചെയ്തിട്ടുള്ള റിയൽ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണത്. ഏറ്റവും കൂടുതൽ യൂത്തുകൾ സ്വീകരിച്ചൊരു സിനിമയാണല്ലോ ദാവീദ്. എന്നെങ്കിൽ കൂടി വിജയരാഘവൻ സാർ സ്ക്രീനിൽ വരുന്ന സമയത്ത് ഒരു മാസ് ഹീറോയ്ക്ക് കിട്ടും അതേ പരിവേഷം തന്നെ എല്ലാ തിയേറ്ററിലും കാണാൻ സാധിച്ചു. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ആർക്ക് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ഈ കഥാപാത്രത്തിന് വിജയരാഘവൻ സാർ തന്നെ മതി എന്നുള്ളൊരു തീരുമാനം ഇനിഷ്യലി ഉണ്ടായിരുന്നോ? ഇപ്പം ദാവീദിൻ്റെ കഥ ബേസിക്കലി ഭയങ്കര അൺബിലീവബിൾ കഥയാണ്. ബിലീവബിലിറ്റി ഭയങ്കര കുറവാണ് ദാവീദിൻ്റെ കഥയ്ക്ക്. ഒരു വേൾഡ് ചാമ്പ്യൻ വരുന്നു, മട്ടാഞ്ചേരിക്കാരനെ ബോക്സറായിട്ടൊരു മത്സരം ഉണ്ടാവുന്നു, അപ്പം രണ്ടുപേരും 2 വെയിറ്റ് കാറ്റഗറി ആവുന്നു എന്നൊക്കെ ഉള്ള ഒരുപാട് അൺബിലീവബിലിറ്റീനെ നിൽക്കുന്നുണ്ട്. അപ്പം ആദ്യം ഈ കഥ തിരഞ്ഞെടുക്കുമ്പോൾ ഈ കഥയെ ബിലീവബിളായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഫസ്റ്റ് ടാസ്ക് അതാ. അപ്പം എങ്ങനെ ബിലീവബിൾ ആക്കാം, അതിൻ്റെ ഉത്തരവാണ് നമ്മൾ കണ്ട് പരിചയിച്ച സ്ഥലങ്ങളിൽ ഇത് പ്ലേസ് ചെയ്യുക. 2, യഥാർത്ഥത്തിലെ ആളുകളുമായിട്ട് യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ആളുകളായിട്ട് ഇതിനെ കണക്ട് ചെയ്യുക ഈ കഥ. അപ്പോൾ ഞാൻ ബോക്സിങ് ഇൻ കേരള എന്ന് ഒരു റിസർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാവുന്നത് കേരളത്തിലൊരു ബോക്സിങ് വില്ലേജ് ഉണ്ട്, കോഴിക്കോട് പൂളാടിക്കുന്നിൽ. അപ്പോൾ അവിടെ സ്ത്രീകളുടെ വനിതാ ബോക്സിങ് കേരളത്തിൽ ആദ്യമായിട്ട് അവിടെയാണ് തുടങ്ങുന്നത്. തൻ്റെ ജീവിതം 55 വർഷക്കാലം വിവാഹം പോലും കഴിക്കാതെ ബോക്സിങ്ങിന് കൊടുത്തൊരു മനുഷ്യനുണ്ട് എന്ന്. അപ്പോൾ ആ മനുഷ്യനെ എന്നിലൂടെ ഒരു ട്രിബ്യൂട്ട് എന്ന നിലയ്ക്ക് ചെയ്യണം എന്ന് തോന്നി. അങ്ങനെ അവരുടെ വീട്ടിൽ പോയി സംസാരിച്ച് നമ്മൾ റൈറ്റ്സ് വാങ്ങിയിട്ടാണ് ചെയ്തത്. അപ്പം ആ കഥാപാത്രത്തിലേക്ക് വന്നപ്പോൾ ആ കഥാപാത്രം അവതരിപ്പിക്കേണ്ടത് വളരെ ഗാംഭീര്യമുള്ള ഒരാൾ വേണം എന്നത് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പം ഷൂട്ടിങ്ങിനോടൊക്കെ ആ കാസ്റ്റ് മാത്രം ഫൈനലൈസ് ആവുന്നില്ലായിരുന്നു. കാരണം ആര് വന്നാലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആവാത്ത ഒരു സ്റ്റേജിലേക്ക് നിൽക്കുന്ന സമയത്ത് വിജയരാഘവൻ ചേട്ടൻ്റെ ഒരു ഫോട്ടോ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ നമ്മുടെ ഒരു സുഹൃത്താണ്. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹത്തിനോട് പോയി കഥ പറഞ്ഞു. അപ്പം ഞാനൊരു വിജയരാഘവൻ ഫാനാണ്. കാര്യം അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ കണ്ട് എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ഞാൻ അദ്ദേഹത്തെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കഥ പറയാൻ പോകുമ്പോഴാണ് ഈ സിനിമയുടെ കഥ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ആരാധനയുണ്ടായിരുന്നു. അപ്പോൾ ആ ആരാധനയിൽ പോകുമ്പോഴും ഇദ്ദേഹം സമ്മതിച്ചില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല, ഞാൻ കഥ പറഞ്ഞിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചെന്നതാണ്. പക്ഷെ അദ്ദേഹം ആ കഥാപാത്രം സമ്മതിച്ചു. അദ്ദേഹം വന്നു, എൻ്റെ എന്താ പറയുന്ന ഒരു ഹെഡ് മാസ്റ്ററെ പോലെ ഞങ്ങളുടെ സെറ്റിനെ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്തു. ആ സെറ്റ് നമ്മൾക്ക് തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹം അത് തിരുത്തി കാര്യങ്ങൾ പറഞ്ഞു തന്നു. മറ്റ് അഭിനേതാക്കൾക്ക് പോലും അഭിനയത്തിൻ്റെ ഒരു ടിപ്സ് കൊടുത്തു. ഇപ്പോൾ ഒരു ആക്ടർ ജീനിയസ് എന്നൊക്കെ പറയാൻ കഴിയുന്ന ഒരു മനുഷ്യൻ, അതിനോടൊപ്പം തന്നെ ഒരു ബെസ്റ്റ് ഹ്യൂമൻ ബീയിങ് ആണ്. അപ്പം ഇപ്പം നമ്മൾ എഴുതിയതിനേക്കാൾ ഒരു കഥാപാത്രം ഒരു അഭിനേതാവ് വന്ന് എഴുതിയതിൻ്റെ മുകളിൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ വിജയരാഘവൻ സാർ കണ്ടത് ആദ്യമായിട്ട്. അതുപോലെ വിജയരാഘവൻ സാർ ഈ സിനിമയിലേക്ക് വരുന്ന സമയം തൊട്ട് ഈ സിനിമയുടെ ഗതി മാറുന്നുണ്ട്. അപ്പം ഈ ക്യാരക്ടർ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇത് ആളുടെ അടുത്ത് പറയുന്ന സമയത്ത് ഒരു ഫാനാന്ന് പറഞ്ഞല്ലോ. അപ്പം വളരെ കൗതുകത്തോടെ നോക്കി നിന്ന അദ്ദേഹം ഇംപ്രവൈസ് ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ ഈ സിനിമ? അതിലൊരു 5 സീനിന് മേളിൽ പുള്ളി ഇംപ്രവൈസ് ചെയ്തിട്ടുള്ള സീനുകളാണ്. അതായത് എനിക്ക് അതിൽ ഇൻ്റർവെല്ലിൽ ഒരു കട്ട് ബാക്ക് പോകുന്നുണ്ട്. അല്ല, ഇൻ്റർവെല്ല, ക്ലൈമാക്സ് സീനിൽ ഒരു കട്ട് ബാക്ക് പോകുന്നുണ്ട്. ഇവർ പ്ലാൻ ചെയ്യുന്നത് കട്ട് ബാക്ക്. അപ്പോൾ ഇത് ഭയങ്കര ടെൻഷനുള്ളൊരു സാധനമാണ്. കാരണം അവിടെ നല്ലൊരു മത്സരം അടി നടക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് കട്ട് ബാക്ക് പുറത്തൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും. എഴുതുമ്പോഴും അത്രത്തോളം ഭയങ്കര ഇല്ലോജിക്കൽ ഒരു സാധനമല്ലേ. തീർച്ചയായും. അപ്പം അത് നമ്മൾ റൗണ്ട് ട്രോളി ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ട്രോളി മൂവ്മെൻറ്റ്, അപ്പോൾ പുള്ളിക്കാരൻ നിൽക്കുന്നു. അപ്പം റിഹേഴ്സലിനൊക്കെ പുള്ളിക്കാരൻ വെറുതെ ഒരു പരിപാടിയൊക്കെ ഇങ്ങനെ പറയും. അപ്പം ഇത് എന്താണ് സാധനം വരുന്നതെന്ന് എനിക്ക് കിട്ടുന്നുമില്ല. അപ്പോൾ റിഹേഴ്സലാണ് നടക്കുന്ന, ട്രോളി മൂവ്മെൻറ്റ് കറക്റ്റായി കഴിഞ്ഞിട്ട് പുള്ളി ഒരു പെർഫോമൻസ് അങ്ങോട്ട് ഇട്ട് ആ കണ്ണൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ വിടർന്ന് വരുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആളുടെ ഗ്രേസ് എന്താണെന്ന് എനിക്ക് ആ ഒരു ഒറ്റ രംഗത്തിൽ മനസ്സിലായി. അതും രാത്രിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. 12 മണി എന്തോ ആയി അത് ഷൂട്ട് ചെയ്യാൻ. ഒറ്റ ടേക്കിലൊക്കെ അത് രണ്ടാമത്തത് മൊന്ത എറിഞ്ഞിട്ട് പിന്നെ വഴക്ക് പറയുന്ന സീനില്ലേ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ആ സീൻ ഇങ്ങനെ വായിച്ചു. അപ്പോൾ വായിച്ചിട്ട് പുള്ളി പറഞ്ഞു,
ഒരു കാര്യം ചെയ്യും, ഒരു മൊന്ത കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ആർട്ടി പറഞ്ഞിട്ടൊരു മൊന്ത കൊണ്ടുവന്ന്. അപ്പം എൻ്റെ അച്ഛൻ നാടകം പഠിപ്പിച്ചപ്പോൾ ഞാൻ തെറ്റിച്ചപ്പോൾ ഇങ്ങനെ ഒന്ന് വഴക്ക് പറഞ്ഞത് ഞാൻ ഇത് ചെയ്യട്ടെ എന്ന് ചോദിച്ച് ഞാൻ ഒറ്റ വട്ടേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മളിങ്ങനെ 2 ക്യാമറ സെറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാവും. പക്ഷെ പുള്ളി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമ്മളടുത്തൊന്നും പറഞ്ഞിട്ടുമില്ല. ഞാൻ ക്യാമറമാൻ്റെ അടുത്ത് സെക്കൻഡ് യൂണിറ്റ് DOPയോടും പറഞ്ഞത് നിങ്ങൾ പ്രിപ്പയർ ആയിട്ടിരിക്കുക, ഒരു മാജിക് ഇവിടെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അവൻ തെറ്റിച്ചതും പുള്ളി ചാടി എഴുന്നേറ്റ്. ഇപ്പോൾ ബാക്കി അപ്പോൾ ക്യാമറമാന്മാർ രണ്ടുപേരും പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. സാലു എന്നോട് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അപ്പം ഞാൻ ആ പുള്ളീനെ തന്നെ പിടിച്ചോണ്ടിരുന്നു, മാറ്റിയത് പോലും ഇല്ല. പക്ഷെ ഞെട്ടിപ്പോയി. ബാക്കി എല്ലാവരുടെയും റിയാക്ഷനൊക്കെ ഒറിജിനലാണ്, കാരണം നമ്മൾ പ്ലാൻഡ് ആയിരുന്നില്ല. എല്ലാവരും ഞെട്ടി. അപ്പം വിജയരാഘവൻ എന്ന് പറയുന്ന ആക്ടർ, അദ്ദേഹം അഭിനയിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു അഴകാണ്. ശരിക്കും എന്താ പറയുക, എനിക്ക് കൊതി തീർന്നില്ല ആളുടെ കൂടെ. ആള് ഞങ്ങളോടൊപ്പം 16 ദിവസമാണ് വർക്ക് ചെയ്തത്. 16 ദിവസവും തീരല്ലേ എന്ന് നമ്മൾ പിന്നെ എന്ത് ഗംഭീര ഹ്യൂമൻ ബീയിങ് ആണ്. അയാൾ എൻജോയ് ചെയ്യാണ് ജീവിതം. അതൊക്കെ ഒരു ഭയങ്കര സംഭവമാണ്. ഒരു ആക്ടിങ്ങിൻ്റെ എൻസൈക്ലോപീഡിയാണ്. അപ്പോൾ ആ സിനിമയിൽ എവിടെ നോക്കിയാലും ഇപ്പോൾ നമ്മളൊരു ആർട്ട് പ്രോപ്പർട്ടി വെച്ചാൽ, ഇപ്പോൾ ഒരു കുപ്പി ആണ് വെച്ചിരിക്കുന്നതെങ്കിൽ അഭിനയിക്കുമ്പോൾ ആ കുപ്പി എടുത്തിട്ട് അടപ്പ് തുറക്കുക. അപ്പോൾ ആക്ടർ വെറുതെ ഇരിക്കില്ല, ഒരു ആക്ടിങ് എൻസൈക്ലോപീഡിയാണ് അദ്ദേഹം. കിഷ്കിന്ധകാണ്ഡം, ഈ അടുത്തിറങ്ങിയ സിനിമകൾ നമുക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ കിഷ്കിന്ധകാണ്ഡം, അതിന് മുമ്പ് വന്നിട്ടുള്ള പൂക്കാലം, ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഭയങ്കര വലിയ വ്യത്യാസങ്ങളുണ്ട്. ഓരോന്നും ഓരോ പ്രായത്തിലുള്ള കഥാപാത്രങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. അപ്പം അത്തരത്തിൽ ഈ കിഷ്കിന്ധകാണ്ഡം എസ്പെഷ്യലി ഇറങ്ങിയ സമയത്ത് വിജയരാഘവൻ അണ്ടർ റേറ്റഡ് ജെം എന്ന നിലയ്ക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ പല രീതിയിൽ ആളുകൾ പോസ്റ്റ് ഇടുകയൊക്കെ ചെയ്തു. പക്ഷേ അണ്ടർ റേറ്റഡ് ആണോ സത്യത്തിൽ അദ്ദേഹം എന്നൊരു അഭിപ്രായമുണ്ടോ? ഇപ്പോഴാണ് ഈ അക്സെപ്റ്റൻസ്, അതിനു മുമ്പ് അദ്ദേഹം ഒരുപാട് കഥാപാത്രങ്ങൾ ഒരിക്കലും ഇല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രായത്തിലുള്ള ഒരാൾ എന്നെ പടം കണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, പണ്ടത്തെ സുരേഷ് ഗോപി പടങ്ങളിൽ, അതായത് പടത്തിന്റെ പേര് ഹൈവേ, രുദ്രാക്ഷം, കിങ്ങിൽ ഒക്കെ വിജയരാഘവൻ സാറ് വന്നിറങ്ങുമ്പോൾ തിയേറ്റർ ക്ലാപ്സാ. എനിക്ക് വ്യക്തിപരമായിട്ടൊരു സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി റിലീസിൻ്റെ അന്ന് 6:30 ഷോ കേരളത്തിലെ വലിയ തിയേറ്ററുകളിലൊന്നായ കവിത ഹൗസ്ഫുള്ളായി, ദാവീദ്. അതിന് മുമ്പ് കവിത ഹൗസ്ഫുള്ളാവുന്നത് വിജയുടെ ഗോട്ട് റിലീസാകുമ്പോഴാണ്. അതിനുശേഷം ദാവീദ് 14-ാം തീയതി ദാവീദിനാണ് ഹൗസ്ഫുള്ളാവുന്നത്. വിജയരാഘവൻ സാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തൊട്ട് ആളുകൾ കൈയടിക്കാൻ തുടങ്ങി. അദ്ദേഹം അണ്ടർ റേറ്റഡ് എന്ന് പറയുന്ന സ്നേഹം കൊണ്ട് ആളുകളെ, കാരണം ഇതൊന്നും അല്ല അദ്ദേഹത്തെ ആഘോഷിക്കേണ്ടത്. ശരിക്കും ഒരുപാട് ആഘോഷിക്കേണ്ട ഒരാളാണ്. അതേക്കുറിച്ച് നമുക്ക് പറയാൻ തുടങ്ങിയ ഒരു ദിവസം ഇരുന്ന് പറയാനുള്ളതിന് മേളിലുണ്ട്. അദ്ദേഹത്തിന് മലയാളത്തിലെ ഏതൊരു ഹീറോയ്ക്ക് കിട്ടുന്ന അക്സെപ്റ്റൻസ് ഇന്ന് വിജയരാഘവൻ സാറിന് ഈ യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലുണ്ട്. എൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രായമുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ സിനിമകൾ കാണുന്ന ഒരാളാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, കിങ്ങിൽ വിജയരാഘവൻ വന്നിറങ്ങിയപ്പോൾ കൈയിടി ഉണ്ടായിരുന്നു, ദാവീദിലും കൈയിടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കൈയിടിക്കുന്നത് ശരിക്കും അന്നത്തെ തലമുറയല്ല, വിജയരാഘവൻ സാറിൻ്റെ ക്ലാസ് എവിടെയാ? വിജയരാഘവൻ സാറ് കൈയിടിപ്പിച്ചത് ഇന്നത്തെ തലമുറയിലെ പിള്ളേരെ കൊണ്ടാണ്. അപ്പോൾ ആള് ഭയങ്കര ഇനിയും ആഘോഷിക്കേണ്ട ആളാണ്. പൂളാടിക്കുന്ന് രാഘവൻ എന്ന് പറയുന്ന കേരളത്തിൽ ബോക്സിങ്ങിന് ഇത്രയേറെ സംഭാവന തന്നിട്ടുള്ള മറ്റൊരാളുണ്ടോ എന്നുള്ളത് സംശയമാണ്. സ്വന്തം ജീവിതം തന്നെ ബോക്സിങ്ങിന് വേണ്ടി അർപ്പിച്ച് ഒരു ബോക്സിംഗ് ഗ്രാമം തന്നെ സൃഷ്ടിച്ച ഉള്ളതാണ്. അപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു, ഈ പെൺകുട്ടികളെ കൂടുതലായിട്ടും ബോക്സിങ്ങിലേക്ക് കൊണ്ടുവന്ന. അപ്പോൾ അങ്ങനെ ഒരാളുടെ കഥ എടുത്ത് ചെയ്യുന്ന സമയത്ത് അതിനെ ഫുള്ളി വിസിറ്റ് ചെയ്യാൻ പറ്റാത്തതിൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി എന്തെങ്കിലും പറയണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് പറ്റാതെ പോയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ? ശരിക്കും ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിൽ പൂർണ്ണമായും നീതി പുലർത്താൻ എനിക്ക് സാധിച്ചില്ല. അദ്ദേഹം സിഗരറ്റ് വലിക്കാത്ത ഒരാളാണ്. അപ്പം ഞാൻ ഈ മാസ് പടത്തിൻ്റെ ഒരു പുള്ളിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു മിസ്റ്റേക്കാണ് അദ്ദേഹത്തെ കൊണ്ട് ഞാൻ സിഗരറ്റ് വലിപ്പിച്ചു എന്നുള്ളത്. അപ്പം അത് ഒരു വളരെ വലിയ ശരിയല്ലായ്മയായിപ്പോയി. അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണമായിരുന്നു. എനിക്കത് രണ്ടാമതാണ്. ഓക്കെ, അങ്ങനെ ചെയ്യാമായിരുന്നു. ഞാൻ മാസ് കൂട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പരിപാടിയായിരുന്നു. 2, അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒറ്റയ്ക്ക്
അസോസിയേഷനുമായിട്ടൊക്കെ വെല്ലുവിളിച്ചിട്ട് ഈ നാഷണൽ ചാമ്പ്യനെ വരെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വിഷനോളം കേരളത്തിൽ ബോക്സിങ് വളർന്നിട്ടില്ല. എനിക്കതിൽ ഏറ്റവും വേദന ഉണ്ടാക്കിയത് കേരളത്തിലെ നാഷണൽ ചാമ്പ്യൻ ഒരു കാറ്ററിംഗ് ജോലിയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാറ്ററിംഗ് ജോലി മോശമാണെന്നല്ല, പക്ഷേ ഒരു നാഷണൽ ചാമ്പ്യന് അക്കോമഡേറ്റ് ചെയ്യാൻ ഇവിടെ കഴിഞ്ഞില്ല എന്നുള്ളൊരു പ്രശ്നമാണ് ഞാൻ കണ്ടത് അതിനകത്ത്. ആൾക്കിപ്പോൾ ഏറെക്കുറെ 19 വയസ്സുണ്ട്, 40 വയസ്സെന്തോ ഉണ്ട്, 42 വയസ്സുണ്ട്. അപ്പം ആളുടെ തിളച്ച പ്രായത്തിൽ ആളെ എങ്ങനെയല്ലല്ലോ അക്കോമഡേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ കായിക പ്രതിഭകളൊന്നും വേണ്ട രീതിയിൽ എന്തുകൊണ്ടായിരിക്കും ഇവർക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടാത്തതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ ആക്ച്വലി ഞാൻ അങ്ങനെ ഇപ്പോൾ ബേസിക്കലി കാര്യം പറഞ്ഞാലേ, ഇപ്പം നമ്മുടെ മാർക്കറ്റ് വളരും തോറുമാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് വളരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ IPL വരുന്നിടം വരെ ഇപ്പം IPL വന്നില്ലായിരുന്നെങ്കിൽ പ്രവീൺ താംബെ എന്ന് പറയുന്നൊരു ക്രിക്കറ്റ് കളിക്കാരൻ ഉണ്ടാവുന്ന ലോകം പോലും അറിയില്ല. അയാളുടെ കുടുംബം മാത്രമേ അറിയുള്ളൂ. ഇന്ന് ഇപ്പം റിങ്കു സിംഗ് എന്ന് പറയുന്ന കളിക്കാരൻ ഇത്രയും പെട്ടെന്ന് ഇന്ത്യൻ ടീമിലേക്ക് വരുമെന്ന്. അപ്പം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പം ക്രിക്കറ്റിന് ഉണ്ടാവുന്നിടത്തോളം ഓപ്പർച്യൂണിറ്റീസ് ബാക്കിയുള്ള ഗെയിംസിന് ഉണ്ടാവുന്നില്ല. അത് എന്താ പറയുക, അതിന് പ്രചരണം കുറവാണ്. അതിലേക്ക് അതിൻ്റെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നില്ല. ഇപ്പോൾ ISL ഒക്കെ വരുമ്പോഴായാലും ഇപ്പോൾ ഒക്കെയാണ് പതുക്കെ ഫുട്ബോളിന് അങ്ങനത്തെ ഒരു അക്സെപ്റ്റൻസ് കേരളത്തിൽ കിട്ടുന്നത്. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ വേൾഡ് കപ്പ് വരുമ്പോഴാണ് നമ്മൾ ഇത്രയും ഫുട്ബോൾ എന്ന് പറഞ്ഞ്, അതായത് കൊച്ചിയിൽ നിന്ന് താഴോട്ടുള്ള കാര്യം പറയുന്നത്. കൊച്ചിയിൽ നിന്ന് മുകളിലോട്ട് സെവൻസ് അടക്കം ആളുകൾ മരിച്ച് ഫുട്ബോളിന് വേണ്ടി മരിച്ചു നിൽക്കുന്നവരാ. അത് അല്ല, ഞാൻ താഴോട്ടുള്ളവരുടെ കാര്യം. അപ്പം എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് വളരുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ ഗെയിംസിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കിട്ടും. അപ്പോൾ ആ മാർക്കറ്റ് വളരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് അല്ലെങ്കിൽ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇതിലെ ഫൈറ്റ് കൊറിയോഗ്രാഫി. പ്രത്യേകിച്ച് ബോക്സിങ് സീനൊക്കെ അതിഗംഭീരമായിട്ടാണ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു കൊറിയോഗ്രാഫിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ബോക്സിങ്ങിൻ്റെ കൊറിയോഗ്രാഫിയിൽ ആദ്യം നമ്മൾ ഒരു പോയിന്റ് എഴുതിയിരുന്നു. വളരെ ഫ്ലെക്സിബിലിറ്റി ഉള്ളൊരു ബോക്സർ വേഴ്സസ് ഹാർഡ് ഹിറ്റിംഗ് ബോക്സർ. ഫ്ലെക്സിബിളായിട്ടുള്ള ബോക്സർ പെപ്പെ, ഹാർഡ് ഹിറ്റർ സൈനുൽ അഹ്മദോവ്. ഇവർ രണ്ടുപേരും കൂടെ ഉള്ളൊരു ഫൈറ്റ് എന്നായിരുന്നു നമ്മൾ എഴുതിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സിനിമകൾ കാണുകയും അതിൻ്റെ റെഫറൻസുകൾ എടുക്കുകയും അതിനുശേഷം ഇതിൻ്റെ ഫൈറ്റ് കൊറിയോഗ്രാഫർ ഉണ്ട്, PC സ്റ്റൺസ് എന്ന് പറയുന്നത്. ആ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് 2 ബോക്സേഴ്സിനെ വരുത്തി അവരെ കൊണ്ടിട്ട് നമ്മൾ സ്ക്രിപ്റ്റഡ് ആക്കി ആദ്യം ഫൈറ്റിനൊരു സ്ക്രിപ്റ്റ് എഴുതി, ഒരുമിച്ചിരുന്ന് ഇൻപുട്സ് എല്ലാവരും ഇട്ട് റെഫറൻസുകളൊക്കെ എടുത്തിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതി. ആ സ്ക്രിപ്റ്റിന് ശേഷം ഒറിജിനൽ ബോക്സേഴ്സിനെ വെച്ചിട്ട് ഈ ഫൈറ്റ് നമ്മൾ കൊറിയോഗ്രാഫ് ചെയ്ത്. അതിൻ്റെ ഏറ്റവും വലിയ, അതായത് ഈ സിനിമയുടെ ഒരു മനോഹരമായ ഒരു റിവ്യൂ ഞാൻ കണ്ടിരുന്നു. ആ സംവിധായകൻ ഈ സിനിമ എടുത്തിരിക്കുന്നത് ഈ ക്ലൈമാക്സ് ഫൈറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സിനിമ എടുത്തിരിക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷെ അതിലൊരു കാരണം തീർച്ചയായിട്ടും ഇതിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റ് തന്നെയാണ്. കാരണം 12 മിനിറ്റുള്ളൊരു ക്ലൈമാക്സ് ഫൈറ്റ് എന്ന് പറയുന്നത് മലയാള സിനിമയിൽ ചിന്തിച്ചിട്ടില്ല ഇതുവരെ ആരും. ആ 12 മിനിറ്റും നിങ്ങൾ ക്ലൈമാക്സ് ഫൈറ്റ് അടിപൊളിയാണെന്ന് എല്ലാവരും പറഞ്ഞു, യുനാനിമസ്ലി പറഞ്ഞു. നമ്മുടെ ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടത് 12 മിനിറ്റ് നീണ്ടു നിൽക്കുന്നൊരു ലോങ് ഫൈറ്റാണ്. നിങ്ങൾക്ക് ആ 12 മിനിറ്റ് ഫീൽ പോലും ചെയ്തില്ല. അപ്പോൾ അതിൽ കൊറിയോഗ്രാഫി ഗംഭീരമായിരുന്നു, സിനിമാറ്റോഗ്രാഫി ഗംഭീരമായിരുന്നു. അതിൽ ഏറ്റവും മനോഹരം അതിലെ എഡിറ്റിംഗ് ഗംഭീരമായിരുന്നു. അതായത് അതിലെ ആക്ടിങ് ഗംഭീരമാണ്. അപ്പൊ പെപ്പയും അയാളും ഒറിജിനലിൽ നിന്ന് ഇടിക്കുകയും കൂടെ ചെയ്തു. അപ്പം ഒരു സിനിമയിലെ എല്ലാ യൂണിറ്റുകളും ഒരുമിച്ച് നന്നായ ഒരു കാഴ്ചയായിരുന്നു ആ ക്ലൈമാക്സ് ഫൈറ്റിൽ. എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പം ഈ ദാവീദ് ഇപ്പോൾ തിയേറ്ററുകളിലുണ്ട്. നിങ്ങൾ കാണുന്നവർക്ക് 200 രൂപ കൊടുത്ത് ആ ക്ലൈമാക്സ് ഫൈറ്റ് കണ്ടാൽ മുതലാവും ആ 200 രൂപ. അതിന് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആ കഷ്ടപ്പാടിൻ്റെ ഫലം പ്രേക്ഷകന് കിട്ടിയിട്ടുമുണ്ട്. അതിൻ്റെ ഹൈ മൊമെന്റ്സും എല്ലാം അത് സ്ക്രിപ്റ്റഡ് സാധനത്തെ PC സ്റ്റൺസ് പ്രഭു അദ്ദേഹം വന്ന് എടുത്ത് തൂക്കി മേളി വെച്ച് തന്നു. സിനിമാറ്റോഗ്രാഫിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തു ചോദിക്കായിരുന്നു അല്ലേ, സിനിമാറ്റോഗ്രാഫർ സാലു കെ തോമസ് എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫർ മുമ്പ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ ഒരു ജോണറുമായിട്ട് ഒരു തരത്തിലും കൂട്ടിക്കെട്ടാൻ പറ്റിയ സിനിമകളല്ല.
അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇത്ര പവർ പാക്ഡ് ആയിട്ടൊരു സിനിമയിൽ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആളെന്താണ് ആക്ച്വലി ആദ്യം പറഞ്ഞത് ശരിക്കും? സാലു നമ്മുടെ സുഹൃത്താണ്. നമ്മളും സാലും കൂടെ ഒരു വീട്ടിലൊക്കെ താമസിച്ചിട്ടുണ്ട്. സാലുവും നമ്മളും ഒക്കെ വിജയ് പടം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണുന്ന ആളുകളാണ്. അപ്പം ഇപ്പം സാലു SRFT പഠിച്ച ഒരാളാണ്. SRFT എന്ന് സാലു സിനിമാറ്റോഗ്രാഫി ആണല്ലോ പഠിച്ചത്. സാലുവിൻ്റെ മുമ്പിലേക്ക് വരുന്ന കഥ ഏറ്റവും മനോഹരമായി ചിത്രീകരിച്ച് കൊടുക്കാൻ ആണല്ലോ അയാൾ അവിടെ നിന്ന് പഠിച്ചത്. ഇപ്പം സാലിൻ്റെ മുമ്പിലേക്ക് വന്നത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണ്. അത് അതിമനോഹരമായി ചെയ്തു. അതിനുശേഷം കാതലാണ് വന്നത്, അതും അതിമനോഹരമായി ചെയ്തു. അതിനുശേഷം ദാവീദാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് വന്നത്, ദാവീദും അതിമനോഹരമായി ചെയ്തു. അപ്പം ആളൊരു ഗംഭീര സിനിമാറ്റോഗ്രാഫറാണ്. കാരണം ദാവീദിൽ എൻ്റെ കുറേ സുഹൃത്തുക്കൾ കണ്ടിട്ട് പറഞ്ഞിരുന്നു രാജീവ് രവി ഫ്രെയിംസ് പോലൊക്കെ ഫീൽ ചെയ്തിരുന്നു എന്ന്. അത് ഞാൻ സാലിനെ വിളിച്ച് പറഞ്ഞു, നിന്റെ വർക്കിന് കിട്ടിയ ഏറ്റവും വലിയ അപ്രിസിയേഷനാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇന്ന് മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമാറ്റോഗ്രാഫറാണ് സാലു എന്ന് എനിക്ക് സംശയം പറയാൻ പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചനും കാതലും ചെയ്ത അതേ സാലുവാണ് ദാവീദ് ചെയ്തിരിക്കുന്നത്. ഈ ചോദ്യം പ്രസക്തമാകുന്ന അവിടെയാണ്. അതെ, അപ്പോൾ അയാളുടെ വെർസറ്റാലിറ്റി ഉണ്ടല്ലേ. അതെ, തീർച്ചയായിട്ടും. അയാൾക്ക് രണ്ടും ചെയ്യാൻ കഴിയുക. ചില ആൾക്ക് ചിലത് മാത്രമേ ചെയ്യാൻ കഴിയൂ. പക്ഷേ സാലിന് രണ്ടും ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ വെർസറ്റാലിറ്റി കൊണ്ടാണല്ലോ. ഇന്ന് മലയാളത്തിലെ ഏറ്റവും മികച്ച സിനിമാറ്റോഗ്രാഫർ സാലുവാണ്. അതുപോലെ ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളിലും ഇതിൻ്റെ രാഷ്ട്രീയം എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ടറുടെ ഇതിൻ്റെ ക്രിയേറ്ററുടെ ഒരു രാഷ്ട്രീയം എന്താണെന്ന് പലപ്പോഴും എവിഡൻ്റ് ആണ്. ആ ഒരു ആസ്പെക്റ്റിൽ ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഗോവിന്ദ് വിഷ്ണുവിൻ്റെ രാഷ്ട്രീയം ശരിക്കും? എൻ്റെ ഫേസ്ബുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ലെഫ്റ്റ് തന്നെയാണ്. ലെഫ്റ്റ് പൊളിറ്റിക്സ് ഉള്ള ആളാണ് ഞാൻ. അതങ്ങനെ തുറന്നു പറയാൻ അതെൻ്റെ ഐഡന്റിറ്റി അല്ലേ, അത് തുറന്നു പറയാൻ എന്തിനാ മടിക്കുന്നത്? പലരും അത് പറയാൻ മടിക്കില്ല. അതിലൊരു മടിയുടെ ആവശ്യമില്ല. ഞാനത് മോശം കാര്യമൊന്നുമല്ലോ ഒളിച്ചു വെക്കാൻ. ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനാണ് എന്നുള്ളത് വളരെ അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ്. ഇപ്പം ഞാൻ ഇടതുപക്ഷ സഹയാത്രികനാണ് എന്നുള്ളത് എൻ്റെ അർത്ഥം ഞാൻ മറ്റൊരാൾ എന്നെ സ്നേഹിക്കാതിരിക്കണം എന്നുള്ളൊരു ഫീൽ എനിക്കില്ലല്ലോ. കാരണം അതെൻ്റെ ഐഡന്റിറ്റിയാണ്. അതിപ്പം അത് സന്തോഷത്തോടെയാണ് പറയുന്നത്. ഞാൻ ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ്. ഓക്കെ. രാഷ്ട്രീയ താല്പര്യങ്ങളുടെ പേരിൽ ഈ സിനിമകളെ ഡീഗ്രേഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ എന്താണ് ഒരു അപ്രോച്ച്, എന്താണ് ശരിക്കും? ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സിനിമ ചെയ്യുമ്പോൾ അതിനെ മറ്റൊരു വിഭാഗം എതിർക്കുന്നു. ഇൻ കേസ് അതിന് വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഇല്ലെങ്കിൽ പോലും ഒരു കലാരൂപത്തെ അത്തരത്തിൽ വിമർശിക്കുന്ന ഒരു രീതിയോട് എങ്ങനെയാണ്? അല്ല, ഇപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് നല്ലതാണ് ചീത്തയാണ് എന്ന് പറയാനുള്ള അവകാശം ഇത് വാങ്ങുന്ന ഒരുത്തനുണ്ട്. അതിനെ 100% നമ്മൾ ബഹുമാനിക്കുന്നു. കാരണം ഇപ്പം നമ്മൾ ഫ്രീ ആയിട്ട് യൂട്യൂബിൽ അല്ല സിനിമ ഇട്ടിരിക്കുന്നത്. നമ്മൾ ഒരു പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു പ്ലാറ്റ്ഫോമിലാണ് സിനിമ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരാൾ ആ സിനിമ കാണണമെങ്കിൽ അവൻ്റെ സമയം മെനക്കെട്ട് വണ്ടി എടുത്ത് പോയി ആ സിനിമ കാണേണ്ട ഒരു പൊസിഷനിലാണ് സിനിമ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ നല്ലതാണോ ചീത്തയാണോ എന്ന് അവൻ തീർച്ചയായിട്ടും പറയും. അത് അവൻ പറയണം, എന്നാലേ അടുത്ത സിനിമ എടുക്കുമ്പോൾ നമുക്ക് നന്നാവാൻ കഴിയും. ഇപ്പം പൊളിറ്റിക്കൽ വൈരാഗ്യത്തിൻ്റെ പുറത്ത് ആളുകൾ ഡീഗ്രേഡ് ചെയ്യുമെന്ന് ഞാൻ ഫീൽ ചെയ്യുന്നില്ല. കാരണം എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഇപ്പം അയാൾ മറ്റൊരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരാളാണ്. കാരണം അത്രയൊന്നും കൺസേൺസ്, അല്ലെങ്കിൽ നമ്മൾ ആ ആശയത്തിൽ സിനിമാറ്റിക് എന്തെങ്കിലും, അതായത് ലെഫ്റ്റ് പൊളിറ്റിക്സ് പറയുന്നൊരു സിനിമ രീതിയിലായിരിക്കണം അങ്ങനെയൊക്കെ എതിർക്കണമെങ്കിൽ. പക്ഷേ ഇപ്പോഴത്തെ ഒരു എക്കണോമിക്സ് വെച്ചിട്ട് ഇപ്പം സംഘടിതമായിട്ട് ഇപ്പം ശ്രദ്ധിക്കുക, ഇപ്പോൾ ഒരു വ്യക്തി ഇപ്പം അയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ജെനുവിനാണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം ഞാനെന്ന് പറയുന്ന വ്യക്തി, എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ജെനുവിനാണ്, ഞാൻ മാത്രമേ ഉള്ളൂ. പക്ഷെ ചില ഫേസ്ബുക്ക് പ്രൊഫൈലുകളുണ്ട്, ഈ ഫേസ്ബുക്ക് പ്രൊഫൈൽ ആരുടെയാണെന്ന് പോലും അറിയില്ല. ഈ സിനിമ താരങ്ങളുടെ പേരായിരിക്കും ഈ ഫേസ്ബുക്ക് അതായത് ഈ സിനിമയിലെ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടല്ലോ, ഇന്ന ക്യാരക്ടേഴ്സിൻ്റെ പേരിലായിരിക്കും ഈ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഉണ്ടാവുക. ആ പ്രൊഫൈലിൽ നിന്ന് ഹെയ്റ്റ് വരുമ്പോൾ അത് സംഘടിതമാണെന്ന് തന്നെ 100% ഉറപ്പാണ്. അല്ല, കാര്യം എന്ന് വെച്ചാൽ അവൻ എന്തോ മറച്ചു വെക്കാൻ ഉള്ളതുകൊണ്ടാണല്ലോ അവൻ സ്യൂഡോ പേരിൽ സിനിമേനെ വിമർശിക്കുന്നത്. അപ്പം ഞാനൊരു സിനിമ കണ്ടു, ആ സിനിമ കണ്ടു കൊള്ളാം എന്ന് ഞാൻ ഇട്ടു, ഞാനാണ് ഇടുന്നത്, എൻ്റെ സുഹൃത്തുക്കൾക്ക് അതിനൊരു വില ഉണ്ടാവും. അപ്പം ഞാനൊരു സിനിമ കണ്ടു കൊള്ളത്തില്ല എന്നിട്ടു, അത് ഞാനാണ് ഇടുന്നത്. പക്ഷെ മുഖമില്ലാത്ത, ഫേസ് ഇല്ലാത്ത ഒരാൾ ഇടുമ്പോൾ അത് സംഘടിതമായ ആക്രമണമാണ്.
അപ്പോൾ ദാവീദ് ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു വിഭാഗം അതിനെ ഏറ്റെടുത്ത് കഴിഞ്ഞു. നല്ല നല്ല അഭിപ്രായങ്ങൾ തന്നെ വരുന്നു. അപ്പം ഇത്രയ്ക്ക് ഈ സിനിമയെ ഒരു വിജയമാക്കി തന്ന പ്രേക്ഷകരോട് എന്താണ് ശരിക്കും പറയാനുള്ളത്? ഇനി കാണാത്തവരോടും എന്താണ് ഇതിൻ്റെ സംവിധായകൻ എന്ന് എനിക്ക് പറയാനുള്ളത്? ശരിക്കും ഒരുപാട് നന്ദിയുണ്ട് സിനിമേനെ ഹിറ്റാക്കി തന്നതിൽ. കാരണം ഈ സിനിമ മറ്റേ എഴുതി ഹിറ്റാക്കിയതല്ല. ഒരാൾ കണ്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ടു, അയാൾ അടുത്ത ആളോട് പറഞ്ഞു, അവൻ കാണാൻ വന്നു, പടം ഹിറ്റായി. എൻ്റെ സിനിമയുടെ മാനേജറും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവും ഒക്കെ ഈ നാട്ടിലെ സാധാരണക്കാരനായ പ്രേക്ഷകനാണ്. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത്, ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ട് വന്നപ്പോൾ അവിടുത്തെ ലോട്ടറി വിൽക്കുന്ന ചേട്ടൻ മറ്റേ ചേട്ടനോട് പറയുന്നു, ഞാൻ ദാവീദ് കണ്ടു, നല്ല രസമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനാ അതിൻ്റെ സംവിധായകൻ. അപ്പോൾ പുള്ളി പറഞ്ഞു, മോനെ നന്നായിട്ടുണ്ടോ ആ പടം എന്ന്. ഞാൻ എടുത്തത് ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്, ആൾക്ക് വർക്കായി. ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ച ഒരാളാണ്. തിരുവനന്തപുരത്ത് സിനിമ ഒരു പടം ഹിറ്റായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ന്യൂ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സെക്കൻഡ് ഷോയ്ക്ക് ഓട്ടോകൾ ഇങ്ങനെ നിരത്തിയിടും. ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഓട്ടോ ചേട്ടന്മാർ പടം കാണാൻ വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഓട്ടോ ചേട്ടന്മാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പടം എടുത്തത്. അപ്പോൾ അത്രയും സാധാരണക്കാരനായ മനുഷ്യൻ അവൻ്റെ പൈസ മുടക്കി ആ സിനിമ കണ്ടിട്ട് അവൻ വേറൊരാളോട് പറയുകയാണ് സിനിമ നല്ല. ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ള അംഗീകാരം മൊത്തം സാധാരണക്കാരായ ജനങ്ങളുടെ കയ്യിൽ നിന്ന്. അപ്പോൾ അതിന് എനിക്ക് ഒരുപാട് നന്ദി അവരോടുണ്ട്. രണ്ട്, സിനിമ ആക്ച്വലി ഇതിൻ്റെ പോസ്റ്റേഴ്സൊക്കെ കണ്ടിട്ട് ഇതൊരു അടിപ്പടമാണെന്ന് പറഞ്ഞ് സ്ത്രീകൾ ഫാമിലി മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഫാമിലി വന്ന് കാണേണ്ട ഒരു ആക്ഷൻ ഫിലിമാണ്. അച്ഛൻ മകൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റിനിറങ്ങുകയാണ്. ആ മകൾക്ക് വേണ്ടിയിട്ട് അയാൾ ഏതറ്റം വരെ പോകുമെന്നുള്ളതാണ് സിനിമ. ഞാൻ ഉറപ്പ് തരുന്നു, പെൺമക്കളുള്ള അച്ഛനും അമ്മയും വന്ന് കണ്ട അവർക്കൊരു ട്രീറ്റാണ് ദാവീദ് എന്നുള്ളത്. അതിൽ ഒരു ഇതും വിചാരിക്കേണ്ട. പിന്നെ നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പടമാണ്. ഇപ്പോൾ പരീക്ഷയൊക്കെ ഏറെക്കുറെ തീരും, അത് കഴിയുമ്പോൾ നിങ്ങൾ കുട്ടികളുമായിട്ട് വരണം. കാരണം പടത്തിൻ്റെ ക്ലൈമാക്സ് ഫൈറ്റിൽ പിള്ളേർ എഴുന്നേറ്റ് നിന്നിട്ട് ബോക്സ് ചെയ്യുന്ന കൂട്ടിട്ടാണ് തിയേറ്ററിൽ പിള്ളേർ എൻജോയ് ചെയ്യുന്നത് സിനിമ. അതിൽ ഉപരി ഈ സിനിമ, അതായത് ഈ സിനിമ നിങ്ങൾക്ക് നിങ്ങളുടെ മകനും മകൾക്കും ആയാലും ഒരു പോസിറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് ജീവിതത്തെക്കുറിച്ച് നൽകും. അതിനൊരു സന്ദേശവും കൂടെ ഞങ്ങൾ ആ സിനിമയിൽ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് വന്ന് ദാവീദ് കാണണം. ഓക്കെ, ഇനി അടുത്തത് പ്രോജക്ട്സ് ഏതൊക്കെയാണ് വരുന്നത്? ഇതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം ഈ സിനിമ കഴിഞ്ഞിട്ട് എന്ന് ഈ സിനിമ റിലീസാവുന്നിടം വരെ എനിക്കൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ റിലീസ് ആയി കഴിഞ്ഞപ്പോൾ മറ്റൊരു പ്രൊഡ്യൂസേഴ്സ് നമ്മളെ സമീപിക്കുകയും അവരോടൊപ്പം ഒരു സിനിമ ചെയ്യണം എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. നമ്മുടെ ക്രാഫ്റ്റിനെ അംഗീകരിച്ചിട്ട് എനിക്കൊരു ഓഫർ തന്നു അവർ. അപ്പം അവരോടൊപ്പം ഒരു സിനിമ ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കുക. അതൊരു മാർച്ച് തൊട്ട് അതിൻ്റെ ആരംഭ പ്രവർത്തനത്തിലേക്ക് പോകണമെന്നാണ് വിചാരിക്കുന്നത്. മാർച്ച് വരെ ഈ കഴിഞ്ഞ 2 വർഷം എടുത്ത എഫേർട്ട് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, ഇനി ആ സിനിമയും ഗംഭീരമാവട്ടെ. ദാവീദ് ഇനിയും നല്ല നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ. മലയാള സിനിമയിൽ ഒരു പ്രോമിനൻറ്റ് ഡയറക്ടറായിട്ട് മാറാൻ ചേട്ടന് പറ്റട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു മോനെ.